ഇന്നാണ് ആ മൂവി ഇറങ്ങുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നതാണ് കേട്ടോ, നകുലന് അങ്ങനെ ഒരു ഇഷ്യൂ ഒരു ഫാമിലിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ നകുലൻ സ്വയം ഒരു നിഞ്ച അസാസിനായി ട്രാൻസ്ഫോം ചെയ്ത് ടിഷ് 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 എന്ന് പറഞ്ഞ സ്റ്റോറി തന്നെ അവിടെ അവസാനിപ്പിച്ചാണ്. ടിഷ് 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 എന്ന് പറഞ്ഞ ഒരു അസാസിനായി ഫാമിലിയിൽ എല്ലാവരെയും ഫിനിഷ് ചെയ്തിട്ട് സ്റ്റോറി പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്തേനെ അല്ലേ. അപ്പൊ ഈ കഴിഞ്ഞ 30 yearsൽ അല്ലെങ്കിൽ ഒരു 30 years മുമ്പ് ഇറങ്ങിയ ഒരു മൂവിയിൽ വരെ എത്രയോ കൃത്യമായിട്ടാണ് ആ കഥയിൽ നറേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു മെന്റൽ ഹെൽത്ത് സ്പെഷ്യലിസ്റ്റിനെയോ ഒരു സ്പെഷ്യലിസ്റ്റിനെയോ ഒരു ഡോക്ടറെയോ കാണാനായിട്ട് നമുക്കൊരു മടിയും വേണ്ട എന്നുള്ളത് അല്ലേ. അതിലെ കഥ ഇതിവൃത്തം അതാണ്. അപ്പൊ ഇന്ന് ഒരു 30 years കഴിഞ്ഞ് നോക്കുമ്പോൾ ഇന്ന് എത്ര പേര് അങ്ങനെ ഒരു ഇഷ്യൂ അത് ഫാമിലി ഓർ അതർവൈസ് റിസോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, ഒരു ഇഫക്റ്റീവ്ലി ഒരു എഫിഷ്യൻ്റ്ലി അത് റിസോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പം ഇത് കൊണ്ടുവരുന്ന ചോദ്യം കഴിഞ്ഞ 30 yearsൽ നമ്മുടെ സമൂഹം മുന്നോട്ടാണോ പോയിരിക്കുന്നത് അതോ പിന്നോട്ടാണോ എന്നാണ്. ആ 30 years മുന്നേ ഇറങ്ങിയ ആ മൂവിയിൽ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഡിപ്പെക്ട് ചെയ്യുമ്പോൾ അത് എല്ലാവരും കൈയടിച്ച് സ്വീകരിച്ചൊരു സ്റ്റോറിയാണ് മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞ മൂവിയുടെ. അത് പല ലാംഗ്വേജസിലും റീമേക്ക് ചെയ്തിട്ടും എല്ലാവരും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്ത ഒരു മൂവിയാണ്. അതിൻ്റെ ഈവൻ സ്റ്റോറി ലൈൻ ആയാലും ഈവൻ അതിൻ്റെ എല്ലാം ആസ് എ ഹോൾ ആ മൂവിനെ എല്ലാവരും കൈയടിച്ച് എല്ലാ സമൂഹവും അക്സെപ്റ്റ് ചെയ്ത ഒരു മൂവിയാണ്. നിങ്ങൾക്ക് അതിൽ കോൺട്രഡിക്ഷൻസ് ഉണ്ടെങ്കിൽ ആസ് ഓൾവേസ് പ്ലീസ് ഫീൽ ഫ്രീ ടു ഡിസ്കസ്.